ഉൽപ്പത്തിയുടെ പുസ്തകം 18-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ദേശം നശിക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും അബ്രഹാം നാശം കാണാൻ പോകാതെ കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് ജനത്തിന് വേണ്ടി വാദിച്ചു പ്രാർത്ഥിച്ചു. ഇന്ന് ഈ ആരാധന സംബന്ധിക്കുന്ന സർവ്വദൈവ മക്കൾക്കും വാദിച്ചു പ്രാർത്ഥിക്കാൻ, ദേശം നശിക്കാൻ പോകുന്നുവെന്നറിഞ്ഞിട്ടും തൻ്റെ സഹോദരൻ്റെ ദേശം ഇതാ വലിയ കെടുതിയിൽപ്പെടാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും ദൈവത്തിൻ്റെ സന്നിധി നിന്നും മാറാതെ, അണുവിട മാറാതെ, വിശ്വാസത്തോടെ തീർച്ചയോടെ പ്രാർത്ഥിക്കുന്ന ജ്യേഷ്ഠ സഹോദരനായ അബ്രഹാം. മക്കളെ, നമ്മുടെ പ്രാർത്ഥന തീക്ഷ്ണതയുള്ളതായി തീരട്ടെ. നമ്മുടെ പ്രാർത്ഥന ദൈവത്തിൻ്റെ സന്നിധി നിന്നും മാറാതെ, അണുവിട മാറാതെ, സ്ഥിരതയോടെ ആരാധിക്കാൻ നമുക്ക്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം. തപശ്ചര്യകൾ എടുത്ത് പ്രാർത്ഥിക്കാൻ നമുക്ക് തയ്യാറാകാം. കരങ്ങൾ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ തയ്യാറാകാം. രാത്രികാലങ്ങളിലെ സുഖങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ത്യാഗം ചെയ്ത് ജാഗരണ പ്രാർത്ഥനയ്ക്കായി നമുക്ക് തയ്യാറാകാം. അഖണ്ഡ ജപമാല ചൊല്ലിക്കൊണ്ട് പരിശുദ്ധ കന്യാമറിയത്തോടൊപ്പം സ്വർഗനിവാസിയോടൊപ്പം നമുക്കും പ്രാർത്ഥിക്കാൻ തയ്യാറാകാം. അഖണ്ഡ തിരുലിഖിത പാരായണം നടത്തിക്കൊണ്ട് യേശുവിനെ ആരാധിക്കാൻ നമുക്ക് തയ്യാറാകാം. ഇതാ അബ്രാഹാം ഒരു മാതൃക കാണിച്ചു തരുന്നു. തൻ്റെ സഹോദരന്റെ ദേശം നശിക്കാൻ പോകുന്നുവെന്ന് അറിഞ്ഞിട്ടും അണുവിട മാറാതെ കരങ്ങൾ വിരിച്ചു പിടിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ വാദിച്ചു പ്രാർത്ഥിച്ചത് നമുക്കൊരു മാതൃകയായി തീരാൻ വേണ്ടിയിട്ടാണ്. ധാരാളം മക്കളുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവർ, തപശ്ചര്യകളെടുത്ത് തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, ഉപവാസം എടുത്തുകൊണ്ട് കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ, രാത്രികാലങ്ങൾ ഉറക്കം വിളിച്ചുകൊണ്ട് വ്യക്തികൾക്കും വാഹനങ്ങൾക്കും ദേശങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ ഈശോ നമ്മെ അനുഗ്രഹിക്കാൻ വരികയാണ്. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി. കർത്താവെ വാദിച്ച് പ്രാർത്ഥിക്കുവാൻ, ധീരതയോടെ പ്രാർത്ഥിക്കുവാൻ, കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് അണുവിട മാറാതെ ജനകോടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ജനസമൂഹങ്ങളെ സജ്ജമാക്കണമേ. യേശുവേ നന്ദി, പിതാവേ സ്തോത്രം, കർത്താവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.